സിനിമയിൽ ഒന്നിച്ചഭിനയിച്ചവരെ ജീവിതത്തിലും സ്വന്തം പാതയെ സ്വീകരിച്ചിട്ടുള്ളവരുടെ എണ്ണമറ്റ ഉദാഹരണങ്ങൾ നമുക്ക് മുൻപിലുണ്ട്. എന്നാൽ സിനിമയിൽ മാത്രമല്ല, മിനി സ്ക്രീനിലുമുണ്ട് റിയൽ ലൈഫ് സഹതാരങ്ങളെ റിയൽ ലൈഫ് പാർട്ട്ണർമാരാക്കിയ പലരും. അവരാരെല്ലാമാണെന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. ടോഷ് ക്രിസ്റ്റിയും ചന്ദ്രലക്ഷ്മണും. സ്വന്തം സുജാത എന്ന സീരിയലിൽ സഹതാരങ്ങളായി അഭിനയിച്ച ടോഷ് ക്രിസ്റ്റിയും ചന്ദ്രലക്ഷ്മണും സീരിയൽ സെറ്റിൽ വെച്ചാണ് പ്രണയത്തിലായത്. ആദ്യം സൗഹൃദത്തിൽ തുടങ്ങിയ ബന്ധം പിന്നീട് വിവാഹത്തിലെത്തുകയായിരുന്നു. ഇരുവർക്കും ഒരു ആൺകുഞ്ഞുമുണ്ട്. സ്വാസികയും പ്രേം ജേക്കബും. മനം പോലെ മംഗല്യം എന്ന ടെലിവിഷൻ പരമ്പരയിലാണ് സ്വാസികയും പ്രേം ജേക്കബും ഒന്നിച്ചഭിനയിക്കുന്നത്. ഇതേ സീരിയലിന്റെ സെറ്റിൽ വെച്ച് ഇരുവരും പ്രണയത്തിലാവുകയും ചെയ്തു. കഴിഞ്ഞ വർഷമാണ് ഇരുവരും വിവാഹിതരായത്. പേളി മാണിയും ശ്രീനിഷ് അരവിന്ദും. ബിഗ് ബോസ് മലയാളം തങ്ങൾക്ക് നൽകിയ ഏറ്റവും വലിയ സമ്മാനം എന്തെന്ന് ചോദിച്ചാൽ പേളിയും ശ്രീനിഷും പറയുക തങ്ങളുടെ ജീവിത പങ്കാളികളുടെ പേരുകളായിരിക്കും. ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വെച്ചാണ് ഇവർ പ്രണയത്തിലായത്. ഇരുവർക്കും ഇപ്പോൾ നില, നിതാര എന്നിങ്ങനെ 2 പെൺമക്കളുമുണ്ട്. സ്വന്തമായ ഒരു യൂട്യൂബ് ചാനലിലുള്ള പേളിമാണി സോഷ്യൽ മീഡിയയിലും സജീവമാണ്. ഗോപിക അനിലും ഗോവിന്ദ് പത്മസൂരിയും. ഒരുപാട് ആരാധകരുള്ള താരജോഡികളാണ് ഗോപികയും ജിപിയും. സാന്ത്വനം സീരിയലിലൂടെയാണ് ഗോപിക പ്രേക്ഷക പ്രിയങ്കരിയായി മാറിയത്. ജിപിയെ പണ്ട് മുതലേ ആരാധകർക്കറിയാം. തികച്ചും യാദൃച്ഛികമായാണ് ഇരുവരും കണ്ടുമുട്ടുന്നതും വിവാഹിതരാകുന്നതും. മലയാളികൾ ഏറെ ആഘോഷമാക്കിയ ഒരു താരവിവാഹം കൂടിയായിരുന്നു ഇരുവരുടെയും. ഇന്നിപ്പോൾ ഗോപികയും ജിപിയും സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. ഇരുവരുടെയും യാത്രയുടെ വിവരങ്ങളെല്ലാം പ്രേക്ഷകർക്കായി അവർ പങ്കുവയ്ക്കാറുമുണ്ട്. ധന്യ മേരി വർഗീസും ജോൺ ജേക്കബും. സിനിമ സീരിയൽ പ്രേക്ഷകർ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന താരജോഡികളാണ് ധന്യ മേരി വർഗീസും ജോൺ ജേക്കബും. ഒരിക്കൽ ഒരു വിദേശ പ്രോഗ്രാമിന്റെ ഇടയിലാണ് ഇരുവരും പ്രണയത്തിലാകുന്നത്. ജോൺ തന്നെയാണ് ധന്യയോട് ആദ്യമായി പ്രണയം തുറന്നു പറഞ്ഞത്. തുടർന്ന് വീട്ടുകാരുടെ സമ്മതപ്രകാരം ഇരുവരും വിവാഹിതരാവുകയായിരുന്നു. ഇവർക്കൊരു മകനുമുണ്ട്. ജോണും ധന്യയും സിനിമയിലും സീരിയലിലും സോഷ്യൽ മീഡിയയിലും സജീവമാണ്. മൃദുല വിജയും യുവാ കൃഷ്ണയും. ഏറെ ആരാധകരുള്ള താരദമ്പതികളാണ് മൃദുല വിജയും യുവാ കൃഷ്ണയും. സ്റ്റാർ മാജിക്കിന്റെ വേദിയിൽ വെച്ചാണ് ഇരുവരും പരിചയപ്പെടുന്നത്. തുടർന്ന് ഇരു വീട്ടുകാരും ചേർന്ന് ഇരുവരുടെയും വിവാഹം ഉറപ്പിക്കുകയായിരുന്നു. സീരിയൽ നടി രേഖ രതീഷ് ആയിരുന്നു മൃദുലയുടെയും യുവയുടെയും വിവാഹത്തിന് മുൻകൈ എടുത്തത്. വിവാഹശേഷം ഇരുവരും അഭിനയത്തിൽ സജീവമാണ്. ധ്വനി എന്ന മകളുമുണ്ട് ഇവർക്ക്. അമൃത പ്രശാന്ത്. മലയാള പരമ്പരകളിലൂടെ പ്രേക്ഷകർക്ക് പരിചിതമാണ് അമൃതയെയും പ്രശാന്തിനെയും. ഇരുവരും ഒരുമിച്ച് നായകനും നായികയുമായി എത്തിയിട്ടില്ലെങ്കിലും പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടമാണ് ഈ താരജോഡികളെ. 2021 ജനുവരിയിലായിരുന്നു ഇരുവരുടെയും വിവാഹം. ഇപ്പോൾ സീരിയലുകളിൽ സജീവമാണ് അമൃതയും പ്രശാന്തും. സജിൻ ആൻഡ് ഷഫ്ന. സജിനെയും ഷഫ്നയെയും മലയാളികൾക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. സ്വാതന്ത്ര്യം സീരിയലിലൂടെയാണ് സജിൻ പ്രേക്ഷകർക്ക് പ്രിയങ്കരനായത്. സിനിമയിലും സീരിയലിലും ഒരുപോലെ തിളങ്ങിയ താരമാണ് ഷഫ്ന. +2 എന്ന സിനിമയുടെ സെറ്റിൽ വെച്ചാണ് സജിനും ഷഫ്നയും പ്രണയത്തിലാവുന്നത്. തുടർന്ന് ഇരുവരും വിവാഹം കഴിക്കുകയായിരുന്നു. ക്രിസ് വേണുഗോപാലും ധന്യ ശ്രീധരും. സീരിയൽ സഹതാരത്തെ വിവാഹം കഴിച്ചു എന്ന പേരിൽ സോഷ്യൽ മീഡിയയിലൂടെ ഏറെ വിമർശനങ്ങൾ നേരിടേണ്ടി വന്ന താരജോഡികളാണ് ക്രിസ് വേണുഗോപാലും ദിവ്യ ശ്രീധരും. ഈ അടുത്തിടെയായിരുന്നു ഇരുവരും വിവാഹിതരായത്. രണ്ടുപേരുടെയും 2ാം വിവാഹമായിരുന്നു. ആദ്യ വിവാഹത്തിൽ ദിവ്യയ്ക്ക് 2 മക്കളുമുണ്ട്. ക്രിസ് വേണുഗോപാലിന്റെ രൂപവും അദ്ദേഹത്തിന്റെ പ്രായത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണയും അന്ന് ഏറെ വിമർശിക്കപ്പെട്ടിരുന്നു. പത്തനംതിട്ട സീരിയൽ സെറ്റിൽ വെച്ചാണ് ഇരുവരും പ്രണയത്തിലാകുന്നതും പിന്നീട് വിവാഹം കഴിക്കുന്നതും. മിനി സ്ക്രീനിലെ സഹതാരങ്ങളെ ജീവിത പങ്കാളികളാക്കിയവരുടെ പട്ടികയെടുത്താൽ അതിൽ ഏറ്റവും പുതുതായി ചേർക്കാവുന്ന പേരുകളാണ് സൽമാനുളും മേഘയും. മിഡിരണ്ടിലും എന്ന ടെലിവിഷൻ പരമ്പരയിലാണ് ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചത്. മേഘയാണ് സൽമാനുളിനെ ആദ്യം പ്രപ്പോസ് ചെയ്തത്. ഇരുവരുടെയും വിവാഹ വാർത്ത പ്രേക്ഷകർക്കും ഏറെ സർപ്രൈസ് ആയിരുന്നു. ഇവരെല്ലാമാണ് സീരിയൽ സഹതാരങ്ങളെ സ്വന്തമാക്കിയ താരങ്ങൾ. പുതിയ സിനിമാ സീരിയൽ വാർത്തകൾക്കായി ഈ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.